ഹലോ എവ്രി വൺ, എല്ലാവർക്കും മുബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് നോക്കിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് വൈകിട്ടത്തെ ഡിന്നർ എന്താണെന്ന് കാണിക്കാം എന്ന് തോന്നിയത്. അങ്ങനെ തപ്പിപ്പറക്കി എല്ലാം നോക്കിയപ്പോഴത്തേക്കിനുമാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ കുറച്ച് നെയ്ച്ചോറും കുറച്ച് ചിക്കൻ കറിയും എളുപ്പത്തിലുണ്ടാക്കിയാലോ എന്നായി ആലോചന. അങ്ങനെ ആലോചനയ്ക്കൊടുവിൽ ഉത്തരം കണ്ടെത്തി. നമ്മളിപ്പോൾ എടുത്ത് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുത്തിരിക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിക്കൊക്കെ എന്നാ വിലയല്ലേ, അതുകൊണ്ട് വെളുത്തുള്ളി അരച്ച് ചേർക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടും തീർന്നു പോയത് കൊണ്ടും ഞാൻ താൽക്കാലികമായിട്ട് പേസ്റ്റ് എടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഈ മിക്സിലേക്കാണ്, അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണ ഒഴിച്ചിട്ടില്ല, വിനാഗിരി ഒഴിച്ചിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. ഈ മിക്സ് നമ്മൾ ചിക്കനിലേക്ക്, കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണേ. കാശ്മീരി മുളക് പൊടി പൊടിപ്പിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല കളറുണ്ട്. നല്ല രീതിയിൽ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു പകുതി നാരങ്ങ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് ഒരു 10-15 മിനിറ്റോളം വെക്കുക. വേണമെന്നില്ല, വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കിനും കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു 2-3 പീസ് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1-2 ഏലക്ക, ഇച്ചിരി പെരുംജീരകവും ഒരു നുള്ള് ചെറുജീരകവും, പിന്നെ ഒരു ലീഫില്ലേ, മറ്റേ ബേ ലീഫ്, അത് തന്നെ ബേ ലീഫ്, ബേ ലീഫും കൂടി ഇട്ട് നന്നായിട്ട് ചൂടായി പൊട്ടിത്തെറിച്ച് വരുന്ന പാകമാകുമ്പോൾ നമ്മൾ ചിക്കന് വിട്ടിളക്കി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്ക്, ഞാൻ ഓർത്തു വെറുതെ സമയം കളയേണ്ട, അടുപ്പ് ഫ്രീ ആണ്, നെയ്ച്ചോറ് വെക്കാമെന്ന് ഓർത്തു. അതും കുക്കറിലാണ് വെക്കുന്നത്. സെയിം അതുപോലെ തന്നെ നമുക്ക് കുക്കറിനകത്തോട്ട്, കുക്കർ ചൂടായി വരുമ്പോഴത്തേക്കിന് നെയ്യ് ഒഴിച്ച് മസാല എല്ലാം റോ ആയിട്ടുള്ളതിട്ട് നന്നായിട്ട് ഇളക്കി, അരി കഴുകി കുതിരാൻ വെച്ചതാണ് ഞാൻ 10 മിനിറ്റ്, ബസ്മതി റൈസ്, അതും ഇട്ട് നന്നായിട്ട് ഇളക്കി വഴട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അതും തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ച് കുക്കറടച്ച് 2 വിസിൽ വന്നാൽ ചോറ് റെഡി. അപ്പം കുക്കറിനകത്തെല്ലാം ആക്കി വെള്ളം ഒഴിച്ച് കുക്കർ വിസിൽ കയറ്റാൻ വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ മൂടി വെക്കുക. നല്ല സിമ്മിലിട്ട് വേണം ചിക്കൻ കറി വെക്കാനായിട്ട്. ഞാൻ വെള്ളമൊന്നും ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ചിക്കൻ തീ കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കുക്കായിക്കോളൂ ഇരുന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നല്ല അടിപൊളി ഒരു ചിക്കൻ പെരട്ട്, അല്ലെങ്കിൽ ചിക്കൻ കറി വേണം എന്നാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അപ്പം നമ്മുടെ ചിക്കനും ചോറും റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ചു. ഇനി ചിക്കൻ ഹാഫായിട്ട് കുക്കായി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച കുറച്ച് സബോള, ഒരു സബോള ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് 5-10 ചുമന്നുള്ളി, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, ഉള്ളി, ചുമന്നുള്ളി, സബോള നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി വെച്ചു, മൂടി വെച്ചു. അപ്പോൾ പകുതി വെന്ത ചിക്കനാണ്, ബാക്കി പകുതിയും കൂടെ വേകണേ. വഴറ്റണ്ട, സബോള ഒന്നും ചെയ്യണ്ട, നമ്മൾ അരിയുക, പുരട്ടുക, മിക്സ് ചെയ്യുക, വെക്കുക, കഴിഞ്ഞു, കറി റെഡി. എന്ത് എളുപ്പമാണെന്നറിയാം, ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചോറും റെഡി, കറിയും റെഡി. ആ സമയത്ത് ഞാൻ കുറച്ച് സാലഡും കുറച്ച് ചട്നി, മീൻസ് മുളക് ചമ്മന്തിയില്ലേ, അത് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, അത് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കിങ്ങനെ വീഡിയോ ഇടാനായിട്ടുള്ള പ്രചോദനം കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.